നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് കുറച്ച് ദീർഘമായിട്ടുള്ളൊരു ഇൻട്രഡക്ഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2023 നവംബർ 17 കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ലാസ്റ്റ് കവിതയാണ്. അതേക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ മുതിരുന്നത്. അതിനു മുന്നേ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ മുൻപിരിക്കൽ സൂചിപ്പിച്ചിരുന്നു. സ്പാർക്ക് മീഡിയ അവതരിപ്പിച്ചു തുടങ്ങിയ ഈ പ്രത്യേക പ്രോഗ്രാം വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ സഹിച്ചാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. 101 കവിതകൾ 101 എപ്പിസോഡുകളായി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. സ്പാർക്ക് മീഡിയയുടെ CEO ശ്രീമതി ഷീജ അജയും എഡിറ്റർ ഗീതിക എസ് അജയും പിന്നെ 8-10 ടീം അംഗങ്ങളും ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി എന്ന് പതുക്കെ പറഞ്ഞാൽ പോരാ, ഉറക്കെ തന്നെ പറയണം. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഗായകരല്ലാത്തവരും ഒക്കെ ആദ്യം കുറേ എപ്പിസോഡുകൾ പാടി. പിന്നീട് പല പല സാങ്കേതിക പ്രശ്നങ്ങളും തിരക്കുകളും മൂലം കവിതകൾ എഴുതിയ ഞാൻ തന്നെ ഇത് ആലപിക്കേണ്ടി വന്നു. എനിക്ക് കഴിയും വിധം, എൻ്റെ മനസ്സിൽ തോന്നിയ വിധം ഞാനിതിൽ ഓരോ കവിതകളും ചൊല്ലാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിഷ്വൽസ് ചെയ്ത ശ്രീ മുഹമ്മദ് സഗീർ ഭണ്ഡാരത്തിൽ, അദ്ദേഹത്തെ പറയാതെ ഇത് കടന്നു പോകാൻ കഴിയില്ല. കാരണം അദ്ദേഹം എന്നോടൊപ്പം സഹകരിച്ചില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം സഹകരണ മനോഭാവവും ആത്മാർത്ഥതയും അദ്ദേഹം ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പുലർത്തിയിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. കവിയും ഖത്തർ ടൈംസിൻ്റെ ചീഫ് എഡിറ്ററും എഴുത്തുകാരനും ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ഖത്തറിൽ സിവിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്ന അദ്ദേഹം ജോലി തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ശ്ലാഘനീയമാണ്. അദ്ദേഹം നിർമ്മിച്ച അല്ലെങ്കിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ 101 കാരിക്കേച്ചറുകൾ, ഓരോ കാരിക്കേച്ചറിന് വേണ്ടിയും അദ്ദേഹം മെനക്കെട്ടത്, ചെലവഴിച്ചത് മണിക്കൂറുകളാണ്. അതുപോലെ ഇതിലെ ഒരുപാട് വിഷ്വൽസ്, കവിതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് കണ്ടെത്തുകയും അതിന് ആവശ്യമായ സംഗീതവും മറ്റും കൊടുത്ത് ഓരോ എപ്പിസോഡും പൂർത്തിയാക്കാൻ അദ്ദേഹം ചെയ്ത സേവനം വിസ്മരിക്കപ്പെട്ടുകൂടാ. ആ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ഞാൻ നമ്മുടെ ശിരസ്കനാവുന്നു. ഒരുപാട് നന്ദിയും കടപ്പാടും അദ്ദേഹത്തോടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഒരുപാട് എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലെ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചിരുന്ന സംഗീത സ്റ്റേഷൻ, പ്രശാന്ത പയ്യന്നൂർ, ഹരികുപ്പം, സഞ്ജു ചെറുവത്താനി, വിശ്വവിഖ്യാതനായ സിനിമാറ്റോഗ്രാഫർ കാർത്തിക് എസ് നായർ, ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസറും നിർമ്മാതാവും ക്യാമറാമാനും ഒക്കെയായ പ്രസാദ് ജി, പിന്നെ ഇതിനുവേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുകളും വൈഷമ്യതകളും സഹിച്ച് ഏത് രാത്രിയിൽ പോലും ഇത് നന്നായി പോകണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച ഷീജ അജയ്, എഡിറ്റർ ദീപിക എസ് അജയ്, ഇതിനുവേണ്ടി വിഷ്വൽസ് എടുത്തു തന്ന അഹമ്മദ് ലക്ഷദ്വീപ്,
ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രവീൺ കുന്നത്ത്, മാധ്യമത്തിൻ്റെ ചീഫ് കറസ്പോണ്ടൻറ്റ് ശ്രീ ബിജു, മംഗളം മണികണ്ഠൻ, നടനും അവതാരകനുമായ സുമിത് രാഘവ്, രതീഷ് കുമാർ ദുർഗ എന്ന ക്യാമറാമാൻ, അങ്ങനെ ഒരുപാട് പേരുടെ പിന്നിലുള്ള പരിശ്രമങ്ങൾ ഈ പ്രോജക്റ്റിനുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും കാണുവാനും ഒക്കെ ഇടയാക്കിയത് മുഖ്യമായും സ്പാർക്ക് മീഡിയയുടെ സിഇഒയുടെ പ്രയത്നവും കോർഡിനേഷനും കൊണ്ടാണ്. ഞാനെന്ന കവിയെ അല്ലെങ്കിൽ ഞാനെന്ന എഴുത്തുകാരനെ ലോകത്തിന് മുന്നിൽ കൂടുതൽ പരിചയപ്പെടുത്താൻ ഈ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങി അതിൻ്റെ കലാശക്കൊട്ടിലേക്കാണ്. ജൂലൈ 6 തീയതി ശനിയാഴ്ച ആണ് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു കവി ഒരു കവിത സൃഷ്ടിക്കുമ്പോൾ ആ കവിതയ്ക്ക് പ്രചോദകമായിട്ടുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ, അതിൻ്റെ പോറലുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്ന് ചാലിച്ചെടുത്ത് കാലങ്ങൾ കഴിയവേ നമ്മളത് കവിതകളായി രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് ഓരോ കവിതയിലൂടെയും ഞാൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഈ കാലമേ പാർവതിയോട് പറയൂ എന്ന ഈ 101 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം താമസമിന പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയാണ്. അതിൻ്റെ DTP പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അനുസൃതം തുടരുന്നു. എപ്പോഴാണ് റിലീസ് ചെയ്യുക എന്ന് പറയാവതല്ല. എങ്കിലും കവിത പുസ്തകമായി ഇറങ്ങുന്നതിന് മുന്നേ കവിത ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ 9 മാസത്തെ അശ്രാന്ത പരിശ്രമത്തിനിടയിൽ ഒരു തവണ പോലും ഈ എപ്പിസോഡുകൾ മുടങ്ങുകയോ ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരികയോ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാന കാര്യം. അപ്പോൾ അത്രമാത്രം പ്രയത്നം ഇതിന് പിന്നിലുണ്ടായി എന്ന് പറയാം. കവിത ആസ്വദിക്കുന്നവർക്കും കവിത ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാം നിറഞ്ഞൊരു ലോകം. ആ ലോകത്തിൽ പലതും ഉൾക്കൊള്ളാതിരിക്കാം. ഈ അവസരത്തിൽ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എഴുത്തിൻ്റെ മേഖലയിലൂടെ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസം നിലയ്ക്കും വരെ കഴിയുന്നിടത്തോളം എഴുതുക, അതിൽ നിന്നും എന്തേലും ഉൾക്കൊള്ളാൻ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാലാനുവർത്തിയാണ് ഓരോ സൃഷ്ടികളും. ആരെഴുതിയാലും എന്തെഴുതിയാലും, കഥ എഴുതിയാലും, നോവൽ എഴുതിയാലും, ചെറുകഥ എഴുതിയാലും, എന്തെഴുതിയാലും അത് കാലാനുവർത്തിയായി നിൽക്കാൻ, അതിന് പ്രചോദകമാകാൻ മനുഷ്യ മനസ്സിന് കഴിയട്ടെ. ഈ ഒരു പ്രോജക്റ്റ് നന്നായി കൊണ്ടുപോകാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇത് ഒരു തവണയെങ്കിലും മുടങ്ങിയാൽ അല്ലെങ്കിൽ കിട്ടാൻ താമസിച്ചാൽ ദേശീയ അധ്യാപക അവാർഡ് നേടിയ ശ്രീമതി വത്സൽ ടീച്ചർ, അവരെ മറക്കാവതല്ല. എനിക്ക് ലഭിച്ച ഒരു അവാർഡ്, ആന്തം ലോയൽ അവാർഡ് വാങ്ങാൻ വേണ്ടി ഷാർജയിൽ പോയപ്പോഴും അവിടെ ഇരുന്നും എനിക്ക് ഇന്ന എപ്പിസോഡ് കിട്ടിയില്ല, ഇന്ന എപ്പിസോഡ് ഇടാൻ മറന്നുപോയോ എന്ന് ചോദിക്കുകയും അത് നിരന്തരം കേൾക്കുകയും ചെയ്ത അവർക്കും അവരോടൊപ്പം മറ്റു പലർക്കും നന്ദിയും സ്നേഹവും പറയട്ടെ. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രോജക്റ്റ് തുടങ്ങുകയാണ്. അത് വേറൊരു തരത്തിലാണ്. 50 എപ്പിസോഡുകളുള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആത്മനൊമ്പരങ്ങളിൽ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്ന എൻ്റെ ആത്മകഥയുടെ ചിത്രീകരണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങുകയാണ്.
ഏത് ചാനൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യും എന്നൊന്നും പറയാവുന്നല്ലെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പുതിയ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വേറൊരു രീതിയിൽ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കഠിനമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ ഓർമ്മകൾ അത് പൊതുസമൂഹത്തിന്, പുതുതലമുറയ്ക്ക് ആത്മവിശ്വാസവും അർപ്പണബോധവും ജീവിക്കാനുള്ള ത്വരയും ഒക്കെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ആ അനുഭവങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു വർഷം കൊണ്ട് പൂർത്തിയാവുന്ന 50 എപ്പിസോഡുകളുള്ള ആത്മനമ്പരങ്ങൾ അഗ്നിയില വായിച്ച 9 വർഷങ്ങൾ എന്നുള്ള സൃഷ്ടിയും, ആ സൃഷ്ടിയോടൊപ്പം ഞാൻ അനുഭവിച്ച ഗൾഫിലെ അനുഭവങ്ങൾ, ഖത്തർ എന്ന വിശാലമായ രാജ്യത്ത് 9 വർഷക്കാലം 1989 ഒക്ടോബർ 6 തീയതി അവിടെ ഇറങ്ങുകയും 2004 ജൂലൈ 24 അവിടുന്ന് മടങ്ങുകയും ചെയ്ത കാലഘട്ടത്തിൽ അനുഭവിച്ച വേദനകളും അനുഭവിച്ച സന്തോഷങ്ങളും മറക്കാൻ കഴിയാവതല്ല. അത്രമാത്രം പ്രശ്നങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു എൻ്റെ മനസ്സ്. ഇന്നത്തെ സമൂഹം ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും നേരിടാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ മനുഷ്യ മനസ്സിനെ ചിന്തിപ്പിക്കാനും കഴിയും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ പിന്നാമ്പുറത്ത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുകൂടി പറയട്ടെ. ഒരിക്കൽ കൂടി ഈ പ്രോജക്റ്റിന് ഈ 101 എപ്പിസോഡുകൾ കാണുകയും വിലയിരുത്തുകയും ഇത് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ കവിതയുടെ ആവിഷ്കാരത്തിലൂടെ എൻ്റെ ഈ അവതരണം, ഈ കവിതയെക്കുറിച്ചിട്ടുള്ള അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശരവൺ മഹേശ്വർ എന്ന എഴുത്തുകാരനെ കാലം കഴിഞ്ഞാലും നിങ്ങൾ ഓർക്കുമെന്ന് കരുതട്ടെ. ഇതിലെ 3-4 വരികൾ ഞാനിവിടെ ആലപിക്കുന്നു. കവിതയെന്ന മുത്ത്. കവിതയാണെന്നിറച്ചാർത്ത്, കവിതയാണെന്നിറച്ചാർത്ത്, ശങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെൻ ജീവിതം. കവിതയാണെന്നിറച്ചാർത്ത്, ശങ്കജം നിറയും നീ മനസ്സിൽ തുടരെ തുടരെ. കാളിദാസനും വാൽമീകിയും എഴുത്തച്ഛനും നിറഞ്ഞു നിന്ന ഭൂതലത്തിൽ കവിത്വപൂരിതമാകണമെൻ ജീവിതം. കവിത്വപൂരിതമാകണമെൻ ജീവിതം. കവിത്വപൂരിതമാകണമെൻ ജീവിതം. ഇതോടൊപ്പമുള്ള വരികളും ദൃശ്യാവിഷ്കാരവും എല്ലാം നിങ്ങൾ കാണുക. ഇതിലെ ദൃശ്യാവിഷ്കാരത്തിന് വേണ്ടി 10-18 മണിക്കൂറാണ് ഇത് തരപ്പെടുത്തിയ മുഹമ്മദ് സഹീർ ഭണ്ഡാരത്തിൽ ചിലവഴിച്ചത്. വളരെ ശ്രദ്ധയോടും വിശുദ്ധിയോടും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ, ഒപ്പം ഈ കവിതയും കാണുക, ആസ്വദിക്കുക. ഇതിനെക്കുറിച്ചിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ സ്പാർക്ക് മീഡിയയിലും അതോടൊപ്പം എൻ്റെ ചാനലിലും രേഖപ്പെടുത്തുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. ഈ പ്രോജക്റ്റിന് വേണ്ട പ്രോത്സാഹനവും ഈ പ്രോജക്റ്റിനെ സ്വീകരിക്കുകയും ചെയ്ത എല്ലാ നല്ലവരായ മനുഷ്യർക്കും നന്മകളും നല്ലതും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.